എന്തേ പോകുന്നില്ലേ? അതോ ഇവിടെ തന്നെ ഇരിക്കാനാണോ ഭാവം? എന്നെ പറഞ്ഞുവിടാൻ അത്രയ്ക്ക് തിടുക്കായോ? ഏയ് അതുകൊണ്ടല്ല. ഓഫീസ് വന്നിട്ട് ലേറ്റ് ആയാലേ നിന്റെ മരുമക്കൾ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മുടെ മാതാജിയല്ലേ. അതിന് അമ്മ എന്ത് പറയാനാ? അയ്യോ, മാതാജിയല്ല, മാ താ ചി, മായ താര ചിത്രം. അവരൊന്നും പറയില്ലെന്നേ. ഇനിയിപ്പോ പറഞ്ഞാ തന്നെ ഞാനതിന് സഹിച്ചു. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആ എങ്കിൽ ശരി, നീ അവിടെ പോയിരുന്നു. ആഹാ, അത് ശരി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ വീണ്ടും അങ്ങോട്ട് വരിക്കാനോ? അപ്പൊ നീ പോകുന്നില്ലല്ലേ? വാ സാർ, ഇതാ കവർ. പൊയ്ക്കോ. ഏട്ടാ, എന്താ അതില്? ഏട്ടാ, അതിലെന്താന്ന്? ഇതോ കാണോ? ആ, കാണണം. ഇഷ്ടപ്പെട്ടോ? ഇതിപ്പോ എന്തിനിങ്ങനെ ഫ്രെയിം ചെയ്യിച്ചേ? ഇത് ആവശ്യമുണ്ട്. DK എന്നെ തെറ്റിദ്ധരിച്ചതിന്റെ സങ്കടമായിരുന്നു മനസ്സിനറിയെ. എവിടെയെങ്കിലും പോയി ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും തോന്നിയതാ. പക്ഷേ ജ്യോതി അത് മനസ്സിലാക്കി എന്റെ പിന്നാലെ വന്നു എന്നെ സരോവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ അമ്മയെ വിളിച്ചവിടെ വരുത്തി ഉത്തരവാദിത്തത്തോടെ എന്നെ അമരാവതിയിൽ തിരിച്ചെത്തിച്ചു. ഒരമ്മായിയമ്മയുടെ കടമകള് ജ്യോതി നിറവേറ്റി. എന്നാലും ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. ആരാ ജ്യോതിക്ക് വിഷം കൊടുത്തത്? ഞാനത് ചെയ്തിട്ടില്ല. മായച്ചിക്ക് എന്നെ സംശയമുണ്ടോ? ഇല്ല മായച്ചി, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല. സത്യം. പിന്നെ ആരാ? നമ്മൾ ആരും അറിയാതെ ഈ വീട്ടിൽ കടന്നുവന്ന് ജ്യോതിക്ക് വിഷം നൽകിയ അജ്ഞാതനായ ഒരാൾ. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിൽ ആരോ ഒരാള് ഇതിന് സഹായം നൽകിയിട്ടുണ്ട്. അതാരായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കല്യാണം കാണാൻ കാത്തിരുന്നവരുടെ മുമ്പില് ഞാൻ അപമാനിതനായി, കോമാളിയായി. എന്റെ അമ്മ മരിച്ചു. നീ കാരണം DK. നീ കൊണ്ടുപോയ പെണ്ണിനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ സർവനാശത്തിന്റെ കൊടുങ്കാറ്റായി ഞാൻ വരും. നിന്റെ കുടുംബവും അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം ആ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വീഴ്ത്തും ഞാൻ. നമ്മൾ തമ്മിൽ നേരിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇനി അധികം സമയമില്ല. ഏട്ടാ, ആരാ വിളിച്ചേ? അയാൾ വരാൻ പോകുന്നു. ആര്? പുതിയ ശത്രു. ഇതുവരെ വന്നവരെക്കാൾ കരുത്തൻ. പണം കൊണ്ടും അധികാരം കൊണ്ടും ആരെയും കീഴടക്കാനും കൊല്ലാനും കഴിവുള്ളവൻ. MP വിഘ്നേശ്വർ.
മൂന്ന് പേരും കേട്ടോണം. അക്കാര്യത്തില് ഞങ്ങൾ മൂന്ന് പേരും ഒറ്റക്കെട്ട. മനസ്സിലായോ? ഇതെന്താ പട്ടാള ഭരണോ? ആ, ഇനി കുറച്ചങ്ങോട്ട് പട്ടാള ഭരണം തന്നെയാ. ഡേ ശ്രീയേട്ടാ, ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. മനസ്സിലായോ? കൂടെ നിന്ന് കാല് വാരരുത്. താര പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ മൂന്ന് പേര് ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. ശരി, കേൾക്കാം. കാര്യം പറ. നിങ്ങൾ മൂന്ന് പേരും നിങ്ങളുടെ ഭാര്യമാരായ ഞങ്ങളെ സ്നേഹിക്കണം. ഇപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ സ്നേഹിക്കുന്നത് പോലെ അല്ല. പിന്നെ DK ജ്യോതിയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കണം. അല്ല, DK ജ്യോതിയെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കാറോ? അതെന്തിനാ? നമ്മളായിട്ട് സ്നേഹിച്ചാ പോരെ? പാടില്ല. മറി, അമരാവതിയിലെ സ്നേഹത്തിന് ഇപ്പൊ ഇത്തിരി ചൂട് കൂടുതലാ. ഇനി നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൽ മാത്രം ഇരുന്നാ പോരാ, അത് പ്രകടിപ്പിക്കണം. ഇതെന്തൊരു പുലിവാല. പുലിവാലല്ല, സിംഹത്തിന്റെ വാലായാലും ഇതിൽ നിങ്ങൾ പിടിച്ചേ പറ്റൂ. ഹലോ, മണ്ടത്തരം പറയല്ലേ താരേച്ചി. ഇവിടെ മനുഷ്യനെ നിന്നിരിയാൻ നേരമില്ല. അപ്പോഴാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്ന് തിരിഞ്ഞേ പറ്റൂ, നേരെ ഉണ്ടാക്കിയേ പറ്റൂ. നിങ്ങളെ മൂന്ന് പേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതേ ചുമ്മാതല്ല, പ്രേമിക്കാനാ. ആ, പ്രേമിക്കാൻ. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? അമ്മ പറഞ്ഞു നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വന്ന കാര്യം. അതെ, DK നിന്നെ അംഗീകരിച്ചു, ഞങ്ങളും അംഗീകരിച്ചു. പക്ഷെ നീ കാരണം ഞങ്ങൾക്കിപ്പൊ ജീവിക്കാൻ വയ്യാതായി. അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു വരണമെന്നല്ലേ ഞാനും ആഗ്രഹിച്ചുള്ളൂ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ നിങ്ങളുടെ ലവിന്റെ വോൾട്ടേജ് കുറച്ച് കൂടുതലാ. ഞങ്ങളുടെ മുന്നില് അതിന്റെ വോൾട്ടേജ് കുറച്ചേ പറ്റൂ. എന്ന് പറഞ്ഞാലേ ഇത്രയും ഷോ ഓഫ് വേണ്ടാന്ന് ഇപ്പൊ കാര്യം മനസ്സിലായോ? ജ്യോതി, ഇവര് പറയുന്നത് നിങ്ങളുടെ ഈ പ്രേമ പ്രകടനം കുറച്ചു കൂടുതലാണ്. ചിത്രയ്ക്കും ആ അഭിപ്രായം തന്നെയാണോ? എനിക്ക് അത്രയ്ക്ക് കടുപ്പിച്ച് അങ്ങനെയുള്ള അഭിപ്രായമില്ല. പക്ഷേ ഇവരുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോ നീ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ പറയാതെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയ. അതോ ജ്യോതിയെ കണ്ടപ്പോ നിന്റെ മുട്ട് വിറച്ചോ? എന്താ ഇപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള പ്രശ്നം? ഏയ്, ഒന്നുമില്ല. കുറച്ച് അസൂയ, സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം. മായേ, സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാ. ഒരാൾക്ക് മറ്റൊരാളോടുള്ള സ്നേഹം അത് അനുഭവിക്കാനുള്ളതാ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയില്ല ഇവിടെ. താര, സ്വന്തം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്തവരാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്. ഞങ്ങൾ ആരും എങ്ങോട്ടും എത്തി നോക്കുന്നില്ല. പക്ഷേ സിനിമ പോലെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അത് കണ്ടില്ലെന്ന് വയ്ക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? നിങ്ങളുടെ പ്രേമോ സ്നേഹപ്രകടനമൊക്കെ ബെഡ്റൂമിൽ. നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബിസിനസ്സുകളായിരിക്കണം അത്. ശ്രീയേട്ടാ, ആ ബാംഗ്ലൂരിലെ റെസ്റ്റോറന്റ് നമുക്കിങ്ങ് തരാൻ പറഞ്ഞാലോ? എന്തു പറയുന്നു? ഏയ്, അത് വേണ്ട. അത് ശരിയാവത്തില്ല. ഇനി നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയാൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല, അത് ശരിയാവത്തില്ല. അതുകൊണ്ട് അതെന്താ അവിടെ കച്ചവടമില്ലേ? അല്ല, അത് അല്ല, അവിടെ കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷെ ബാംഗ്ലൂർ നമുക്ക് പറ്റിയ സ്ഥലമല്ല. അത് വേറെ സ്റ്റാഫിനെ വെച്ച് നടത്തുന്നതാണ് നല്ലത്.
എന്നാ പിന്നെ നമുക്ക് വേറെ ബിസിനസ് കണ്ടുപിടിക്കണം. ഞാനും ചില ബിസിനസ്സുകൾ ആലോചിക്കുന്നുണ്ട്. ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയാലോ എന്നാ എന്റെ ആലോചന. എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 പേരും കൂടി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ബിസിനസ് നടത്താതെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നത് നല്ലതെന്നാ. ഓ അത് വേണ്ട. ഒറ്റയ്ക്കൊറ്റയ്ക്കാവുമ്പോ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാലോ. എന്റെ ശ്രീയേട്ടന്റെ അഭിപ്രായം. സ്വതന്ത്രമായി വളരാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാ നല്ലത്. സഹോദരങ്ങൾ എപ്പോഴും പരസ്പരം സഹായിക്കുമല്ലോ, അത് മതി. ഒറ്റയ്ക്കാവുമ്പോ 3 പേർക്കും 3 ബിസിനസ് ആവുകയും ചെയ്യും. സത്യം പറഞ്ഞ ജ്യോതിയോ ഡിക്കയുടെ മാറ്റത്തിനെല്ലാം കാരണം. നമ്മൾ നന്ദി പറയേണ്ടത് ശരിക്കും ജ്യോതിയോടാ. ഡിക്കെ ഇത്രയ്ക്ക് മാറ്റിയെടുത്തത് ജ്യോതിയാ. അതൊക്കെ ശരി തന്നെ എന്ന് കരുതി അവളുടെ അടിമയാകാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അടിമയാകണമെന്ന് ആര് പറഞ്ഞു? ജ്യോതി പറഞ്ഞോ? നീ ഇനിയും നിന്റെ മനസ്സിലെ നെഗറ്റീവായ ചിന്തകള് കുറച്ചുകൂടി മാറ്റണം. എനിക്കും ജ്യോതിയോട് എതിർപ്പുണ്ടായിരുന്നു, ശത്രുതയുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മാറ്റി ഡിക്കെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോ ജ്യോതിയെ ഞാനും അംഗീകരിച്ചു. ഇപ്പോഴും നിന്റെ മനസ്സ് ജ്യോതി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് ജ്യോതിയോടുള്ള ശത്രുതയൊക്കെ വിടാം. നമുക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഒരു നല്ല നിലയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി എല്ലാവരും അവരവരുടെ ബിസിനസിനെ കുറിച്ച് ആലോചിക്കണം. നാളെ അവരവരുടെ ബിസിനസിനെ കുറിച്ച് പരസ്പരം സംസാരിക്കണം. എന്നിട്ടൊരു ധാരണയിലെത്തണം. എന്തു പറയുന്നു? സമ്മതിച്ചു, അതാ നല്ലത്. ഇപ്പോ നമ്മളൊക്കെ സ്വതന്ത്രരായ മുതലാളിമാരാൻ പോകുന്നു. മുതലാളിമാര് പിന്നല്ലാതെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ മുതലാളി എന്നല്ലാതെ പിന്നെ എന്താ പറയാ? ഇന്നത്തെ കാലത്ത് മുതലാളി ചമഞ്ഞ് ജീവിക്കാനൊന്നും പറ്റില്ല. തൊഴിലാളികളുടെ കൂടെ പട്ടികളെ പോലെ പണിയെടുക്കണം, എന്നാലേ ഒരു ബിസിനസ് നിലനിർത്താൻ പറ്റൂ. നിങ്ങൾ തമ്മിൽ ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എല്ലാവർക്കും അവരവരുടേതായ ഒരു ബിസിനസ്, അതിലൂടെയുള്ള നമ്മുടെ വളർച്ച, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്നെന്താ ഇത്ര താമസിച്ചേ? ഞാൻ എത്ര നേരിട്ട് കാത്തിരിക്കുന്നു. ജ്യോതി, എന്റെ മോയച്ചി, ഇതൊക്കെ ഇവളുടെ അടവാ. കണ്ടില്ല ഡിക്ക് അവളുടെ കാല് തിരുമുന്ന. ഒന്ന് പതുക്കെ പറ, ഡിക്ക് കേൾക്കും. താരേച്ചി പറഞ്ഞ ശരിയാ, ഇത്തിരി ഓവറാന്നാ എനിക്കും തോന്നുന്നു. വേണ്ട. അയ്യോ വാ, നമുക്ക് റൂമിലേക്ക് പോവാം. ഞാൻ പിടിച്ചോളാം. വാ. അയ്യോ ഏ? കാല്. നടക്കാൻ പറ്റുന്നില്ലേ? ഓ വാ. താരെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് സിനിമയും സീരിയലും നോവലൊന്നും അല്ല. ഇത് ജീവിതം കേട്ടോ. ഇവിടെ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളെ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാ അതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലാതെ മറ്റൊരാള് അയാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കും? പറ്റണം, പറ്റിയേ പറ്റൂ. ഈശ്വര, ഇതുപോലൊരു കോന്തനാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. നിങ്ങൾ ചിരിക്കണ്ട. നിന്റെ ഈ മണ്ടത്തരം കേട്ടാ പിന്നെ ചിരിക്കാതെ ഞാൻ എന്ത് ചെയ്യും? എന്ത്
ചെയ്താലും വേണ്ടില്ല. മറ്റുള്ളവരുടെ മുമ്പില് എനിക്ക് എന്റെ അഭിമാനം നിലനിർത്തിയേ പറ്റൂ. ഈ വീട്ടിലെ മൂത്ത മരുമകള് യഥാർത്ഥത്തിൽ ഞാനാ. ഞാൻ വന്നതിന് ശേഷമാ ബാക്കി എല്ലാവരും വന്നത്. DK ഇപ്പൊ കാണിക്കുന്ന സ്നേഹവും പ്രകടനവും ഒക്കെ കഴിഞ്ഞ ഒരു കൊല്ലം എന്തേ കാണിച്ചില്ല? അതിന് കഴിഞ്ഞ ഒരു കൊല്ലം അവർ കല്യാണം കഴിച്ചെങ്കിലും ഒരുമിച്ച് ജീവിച്ചില്ലല്ലോ. അവര് തമ്മിൽ സ്നേഹത്തിലായിരുന്നില്ലല്ലോ. ആണല്ലോ, അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ അവര് സ്നേഹിച്ചു തുടങ്ങി, ഇഷ്ടം പോലെ സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹത്തിന് ഒരു മറയുമില്ല. ശ്രീയേട്ടനും അങ്ങനെ തന്നെ എന്നെ സ്നേഹിക്കണം. എന്റെ ദൈവമേ, എന്തൊരു കുരിശായത്. ഇത് വെറും കുരിശല്ല, ഇരുമ്പ് കുരിശ. എന്റെ ചിത്രം, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാനും ഒരു പെണ്ണല്ലേ ബാലു, എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ ഭർത്താവ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കൂ. ഓഹ്, അതിന് സ്നേഹത്തിന് കുറവൊന്നും ഇല്ലല്ലോ. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഒരു വിലയുമില്ല ബാലു. ബാലുവിന്റെ സ്നേഹം മുഴുവൻ മനസ്സിലാ, എന്നോടൊരു സ്നേഹവും കാണിക്കുന്നില്ല. ഞാൻ നിന്നോട് ഇനി എന്ത് സ്നേഹ കാണിക്കേണ്ട ചിത്ര? നിങ്ങളെ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഇടി, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ എന്റെ ഭാര്യ സ്നേഹിക്കുന്നതിനെ എനിക്ക് എന്റേതായ രീതികളുണ്ട്. എന്റെ മനസ്സിലുള്ളത് പോലെയല്ലേ എനിക്ക് എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ചിത്ര, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് അറിയുന്നില്ലല്ലോ. അത് എന്റെ തെറ്റല്ല ചിത്ര. തെറ്റിക്കും, എല്ലാം ഞാൻ തെറ്റിക്കും. എന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ മുഴുവൻ കണക്ക് കൂട്ടലും തെറ്റിക്കും. ദേ, എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. എന്റെ താരേ, നീ ഈ വീടൊരു യുദ്ധക്കളോ ആക്കല്ലേ. ആക്കും. വേണമെങ്കിൽ വാൾപ്പയറ്റും കളരിയും എല്ലാം നടത്തും, ചതി യുദ്ധവും നടത്തും. ഓർത്തോ, എന്നെ സ്നേഹിക്കാത്ത നിങ്ങളെ ഞാൻ ഈ വീടിന്റെ പുറത്തേക്ക് വിടില്ല. ഞാൻ പറയുന്നത് എന്താ ശ്രീയേട്ടന് മനസ്സിലാവാത്തത്? എനിക്കും മനസ്സിലാവുന്നുണ്ട് മായേ. ഇല്ല, ഒട്ടും മനസ്സിലാവുന്നില്ല. DK ജ്യോതിയോട് എങ്ങനെ പെരുമാറുന്നെന്ന് നിങ്ങളും കണ്ടതല്ലേ? അതുപോലെ ശ്രീയേട്ടൻ എന്നെയും സ്നേഹിക്കണം. അമ്മേ, എന്താ അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? അതെ, ഞാൻ അതല്ല, എന്നെ ആരോ വിളിച്ചതുപോലെ. ഞാൻ പോട്ടെ, പെട്ടെന്ന് വരാമേ. പോയിട്ട് പെട്ടെന്ന് വരാമെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വന്നത്? അല്ല, അതാ ഇപ്പൊ ഞാനും ഓർക്കുന്നത്. ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോളെ, ഞാൻ എന്തിനാണ് ഇപ്പൊ വന്നേ? എന്തിനാ ഏട്ടാ? എന്റെ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന എന്തിനാ മറന്നു പോയല്ലോ. ഓർക്കുമ്പോ പറയാം. അതെ, താഴെ ഭക്ഷണം കഴിക്കാൻ പാ, അതിനാ വന്നേ. ഓക്കെ, വരുന്നു. പാവം അമ്മ, അറിയാതെ മുറി കയറിപ്പോയതിന്റെ വെപ്രാളോ. ഏട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് വാതിൽക്കൽ ഒരു കോളിംഗ് ബെൽ വെച്ചാലോ? ഇങ്ങനെയാണെങ്കിൽ വെക്കേണ്ടി വരും. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. മതി, കാര്യമൊക്കെ പറഞ്ഞത് മതി. ഭക്ഷണം കഴിക്കാൻ വാ, ഇല്ലെങ്കിലേ അമ്മ ഞാനങ്ങ് നാണിച്ചു പോയി അവരുടെയൊക്കെ ചോദ്യം കേട്ടപ്പോ. എന്താ അവര് ചോദിച്ചത്? അല്ല, നമ്മളിവിടെ ഇരുന്ന ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അവരെല്ലാം അന്തം വിട്ടുപോയി. അമ്മയുടെ മുഖത്ത് മാത്രം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. താഴെ പോയി എല്ലാവരോടൊപ്പം ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്തോ ഇന്നിവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതല്ലേ. ഇന്നൊരു ദിവസം ഈ സമയം തനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തോന്നി. ഇവിടെ ഈ ബാൽക്കണിയിൽ
തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ. എന്തോ എനിക്കങ്ങനെ തോന്നി. ഏട്ടൻ കഴിക്ക. ഞാൻ മാത്രം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇങ്ങനൊരു ദിവസമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഇപ്പൊ ആ വിചാരമൊക്കെ മാറിയില്ലേ? എല്ലാം മാറി. ഏട്ടനെ കുറിച്ചുള്ള എന്റെ എല്ലാ കാഴ്ചപ്പാടുകളും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതമല്ലേടോ. ഓരോ സമയത്തും ഓരോരുത്തരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഓരോരുത്തരെ കുറിച്ചുള്ള ചിന്തകളും മാറി മറിഞ്ഞു വരും. കാരണം പ്രകൃതിയും ചുറ്റുപാടുകളും മാറുന്നതിനനുസരിച്ച് മനുഷ്യനും മാറും, അവന്റെ ചിന്തകളും സ്വപ്നങ്ങളും എല്ലാം മാറും. കഴിക്കും. കല്യാണം കഴിഞ്ഞ അമ്മമാരായേ പറ്റൂ. ദേ പറ്റില്ലെന്ന് പറഞ്ഞ മൂക്കടിച്ച് പരത്തും ഞാൻ. എനിക്ക് അമ്മയായേ പറ്റൂ. എടീ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ഇതെന്താ സൂപ്പർ മാർക്കറ്റിൽ പോയി ഫ്രഷ് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരുന്ന പോലെയാണോ? ഇടി, ഇതൊരു കുഞ്ഞിന്റെ കാര്യമാ. നീ ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ ചിത്രേ. ഞാൻ ഈ പറയുന്നത് മണ്ടത്തരം അല്ല ബാലു. എന്താ ഞാൻ മാത്രമായിട്ട് എടുത്ത തീരുമാനം അല്ലത്. പിന്നെ ഞങ്ങള് 3 പേരും കൂടെ എടുത്ത തീരുമാനാ. നീയൊക്കെ ഇത് എന്തിനുള്ള പുറപ്പാടാ? സമ്മതിച്ചു. നീ പറഞ്ഞതൊക്കെ സമ്മതിച്ചു. ഈ വീട്ടില് ജ്യോതിക്ക് മുമ്പേ കല്യാണം കഴിച്ചു വന്നവരാ നിങ്ങൾ 3 പേരും. എന്ന് വെച്ച് അവൾക്ക് മുന്നേ അമ്മമാരാകണമെന്ന് വെച്ചാ അതൊക്കെ നമ്മുടെ കയ്യിലാണോ? ദൈവത്തിന്റെ തീരുമാനമല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങള് പറയും പോലെ കാര്യം നടന്നില്ലെങ്കിൽ 3 എണ്ണത്തിന് ഞങ്ങൾ ശരിയാക്കും. സത്യമ്മ, എന്റെ പെറ്റമ്മ ഇല്ലാന്നുള്ള ദുഃഖം മാറിയത് അമ്മയുടെ അടുത്ത് വന്നപ്പോഴാ. മോളെ, എല്ലാവരും പറയും അമ്മായിയമ്മയ്ക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലെന്ന്. പക്ഷേ കഴിയുമെന്ന് എന്റെ ഈ അമ്മ തെളിയിച്ചു. അമ്മയെപ്പോലൊരാളുടെ മകനായി പിറന്നതാ ഏട്ടന് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മൈ ലിറ്റിൽ കണ്ണ, ഇവളെ പോലൊരു ഡോട്ടറെ എനിക്ക് തന്നല്ലോ. ഐ ആം ഹാപ്പി കണ്ണ, വെരി വെരി ഹാപ്പി. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്നാ താനൊന്ന് പുറത്തേക്ക് വാ.
ഞാൻ വരത്തില്ല. ദേ വന്നില്ലെങ്കിൽ കഥക് ചവിട്ടി തുറന്ന് അകത്തേക്ക് വരും. എനിക്കിപ്പൊ തന്നെ കാണണം. അയ്യോ, നമുക്ക് രാവിലെ കാണാം. പറ്റില്ല, എനിക്കിപ്പൊ കണ്ടേ പറ്റൂ. എന്തൊരു നിർബന്ധമായിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, വരാം, ഞാൻ വരാം. എവിടെയാ? ഞാൻ മുറിയിലുണ്ട്. അപ്പോ സ്വാമിയുടെ കണ്ണ് വെട്ടിച്ചെങ്ങനെയാ? സ്വാമിയുടെ കണ്ണേ ഇന്നിനി വെട്ടില്ല. താനിറങ്ങ. ഏട്ടോ, ഹലോ. ഈശ്വര, അമ്മ ഉണരുവോ എന്തോ. ഏട്ടനാന്ന് തോന്നുന്നു. വന്നേ. എന്താ നീ ഇങ്ങോട്ട് വന്നേ. ആരെങ്കിലും കാണും? ആര് കാണില്ല, താൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അമ്മ എങ്ങാനും ഉണർന്ന എന്തൊരു നാണക്കേടാന്നറിയൂ. നീ ധൈര്യമായിട്ടിരിക്കാം. അമ്മ ഉണരില്ലെന്നേ. അമ്മ ഉണർന്നത് പോട്ടെ, ആ സ്വാമി എങ്ങാനും ഉണർന്നാലുണ്ടല്ലോ അപ്പൊ ചാടി വരും പറഞ്ഞേക്കാം. ഇല്ല, ഈ രാത്രി സ്വാമി ഇനി ഉണരുകയേയില്ല. അതെന്താ? ഇങ്ങോട്ട് നോക്കി. സ്വാമിക്ക് വല്ല ഓർക്കുകളെയും കളിക്കി കൊടുത്താ? എന്റെ ഈശ്വര, എന്റെ പൊന്നേട്ടാ, ഇവിടെ എങ്ങാനും വെച്ചാ സ്വാമിക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ കൊലക്കേസിലെ പ്രതിയായിട്ട് അകത്തു പോവും പറഞ്ഞേക്കാം. അത്രയ്ക്കൊന്നുമില്ലടോ, ഒരു ചെറിയ ഡോസ്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് ഉണരാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ഡോസ്. ദുഷ്ടനാ നിങ്ങള്. ദുഷ്ടത്തിന് സ്വാമി നമ്മോടല്ലേ കാണിക്കുന്നത്. അതെ, സംസാരിച്ചിരിക്കാൻ സമയമില്ല. തമ്പാ. വാ ഇങ്ങോട്ട്. Hello, my son. How are you? Huh? What is this? ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ആ സ്വാമിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ഇതിലും ഭേദം ജയിൽ ശിക്ഷയായിരുന്നു. No, my son. No കളിയാക്കൽ. He is very great. എടാ, കാണുന്ന പോലെയല്ല അയാളെ. പുലിയാ, പുലി. സമ്മതിച്ചു. അല്ല, അതൊക്കെ പോട്ടെ. അമ്മ എന്താ പറയാൻ വന്നത്?
മൈ സൺ, ദിസ് ഡേ ഗോ ഓൺലി 1 day. ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യണം. അമ്മ എന്തൊക്കെ ദാനധർമ്മങ്ങളാ ചെയ്യണ്ട? ക്ഷേത്രത്തില് അന്നദാനം നടത്തണം. ഭിക്ഷക്കാർക്ക് അന്നവും വസ്ത്രവും നൽകണം. ആരെങ്കിലും ഒരു സഹായം ചോദിച്ചുകൊണ്ട് വന്നാ അവരെ ഹെൽപ്പും ചെയ്യണം. അമ്മ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ദാനം ചെയ്യാം. എന്നാലേ വേഗം റെഡിയാ. അമ്മ നടന്നു, ഞങ്ങൾ റെഡിയായിട്ട് വരാം. ഓക്കെ. സൂപ്പർ മൈ ലിറ്റിൽ കണ്ണാ. ഇവരെന്താ ചെയ്യുന്നെന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ആ മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനും നേർച്ച നടത്തുന്നതിനും ഒരു കുഴപ്പവും ഇല്ല. നല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചാലേ കിട്ടൂ. അതൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. പക്ഷേ അതൊന്നും ഈശ്വരന്റെ മുന്നിൽ ഒരു മത്സരമാക്കി മാറ്റരുത്. അത്രേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. അമ്മ വിഷമിക്കണ്ട. എത്ര പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്ന പോലല്ലേ നടക്കൂ. പിന്നെ ഇവരുടെ കൂടെ പുറത്തു ചാടാൻ ഒരു അവസരം കിട്ടിയോണ്ടാ ഞാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയത്. ഓഹോ, അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതല്ലേ? പ്രാർത്ഥനയൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാരും കൂടി ഒന്ന് പുറത്തു പോകുന്നതല്ല എന്റെ സന്തോഷം. ഓക്കെ ബോയ്സ്, യു ക്യാൻ ഗോ. മകൾസ്, പോയിട്ട് വരൂ. അതെ, എല്ലാരും ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോ ഈശ്വരൻ നല്ല കുഞ്ഞുങ്ങളെ തരും. പോയിട്ട് വാ, പോയിട്ട് വരും മക്കളെ. പോയിട്ട് വാ. ശരി. മൈ ലിറ്റിൽ കണ്ണ, ഇവളുമാർ എന്തൊക്കെയായി കാണിക്കുന്നേ? അതിനകത്ത് തുള്ളാനും 3 കോന്തന്മാരും. പ്രാർത്ഥിച്ച് കോന്തം കൊല്ലത്ത് പോയ പോലെ ആയി തീരുവോ? എന്റെ കണ്ണാ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. അവർക്കും കിട്ടട്ടെ നല്ല കുഞ്ഞുങ്ങളെ. എന്നിട്ട് അവരെല്ലാരും കൂടി മുറ്റത്ത് ഓടിച്ചാടി നടക്കട്ടെ. മൈ ലിറ്റിൽ കണ്ണ, ഇന്നത്തെ ഡേ കൂടെ കഴിഞ്ഞാൽ ഇന്നവരുടെ ശാന്തി മുഹൂർത്തമാണ്. ബ്യൂട്ടിഫുൾ ആയ ഒരു ലൈഫ് അവർക്ക് ഡെലിവറി ചെയ്യണേ കണ്ണ. എന്തായാലും ആ ഗജരാനന്ദ സ്വാമികൾ വന്നത് വളരെ ഹെൽപ്പായി. അദ്ദേഹം ഇപ്പോ പുറത്തോട്ട് പോയിരിക്കുക. നിങ്ങൾ തമ്മില് ഒന്ന് മീറ്റ് ചെയ്യുന്നത് നല്ലതാ. ഒരുപാട് നല്ല ഐഡിയ ഉള്ള ആളാ. വേണമെങ്കില് അയാളുമായിട്ട് ഒരു ടോക്ക് ഷോ വെച്ചാലോ? ദേ, അവര് വന്നെന്നാ തോന്നുന്നേ. കണ്ണാ, ദേ എന്റെ കൂടെ നിന്നേക്കണേ. ആ മക്കളെ, നേർച്ചകളൊക്കെ പറഞ്ഞോലൊക്കെ തന്നെ ചെയ്തല്ലോ അല്ലേ? അമ്മ പറഞ്ഞൊക്കെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയുടെ ലിറ്റിൽ കണ്ണനാ. അമ്മ, നഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതിയ ജീവിതം ഈ കണ്ണൻ എനിക്ക് തിരിച്ചു തന്നത്. മണിവർണ്ണ സ്വാമികളുടെ പ്രവചനം സത്യമായി വരാൻ സ്വാമികൾ പറഞ്ഞ എല്ലാ നേർച്ചകളും ദാനധർമ്മങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ വേണം തീരുമാനിച്ചത് ഈശ്വരനാ. നിങ്ങൾ പരസ്പരം ലവ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും സൂപ്പറായ കാര്യം. അല്ലമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികളോട് പോയി. സ്വാമികളൊന്ന് പുറത്തോട്ട് പോയതാ, ഉടനെട്ടാൻ വരും. മക്കളെ എന്നാ വല്ലതും കഴിക്കേ. എന്റെ കണ്ണ,
വായിട്ടാ. കണ്ണ, എന്നും ഇതുപോലെ ലവ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നീ അവരെ ഹെൽപ്പ് ചെയ്യണേ എന്റെ കണ്ണ. ഒരു നല്ല ഉണ്ണിക്കണ്ണനെ അമരാവതിയുടെ അവകാശിയായി നീ എനിക്ക് തന്നേക്കണേ എന്റെ കണ്ണ. മൈലിച്ചു കണ്ണ, എന്റെ കൃഷ്ണ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അത് വിഷമാവൂടും. നമ്മൾ എത്ര വലുതായാലും അമ്മമാർക്ക് എന്നും നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെയാണ്. അയ്യടാ, ഒരമ്മ സ്നേഹം. എന്നാലേ ഇത് അമ്മ തന്നയിച്ചതല്ല, ഞാൻ കാഴ്ചയതാ. എടി നിന്നെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഓ അതെ, പോടുന്നു. എടി നിനക്ക് ഞാൻ എന്താ സമ്മാനം തരേണ്ടത്? സമ്മാനോ? എന്തിന്? ശാന്തി മുഹൂർത്തത്തിന് ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനാണോ സമ്മാനം തരുന്നത്? ഭാര്യയെ സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിക്കണമെന്നും സ്വാമി പറഞ്ഞായിരുന്നു. പറ, എന്തു വേണം? ഒന്നും വേണ്ട. എപ്പോഴും ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായാ മാത്രം മതി. ഓ എന്നാ പിന്നെ അല്ല, നീയല്ലേ പറഞ്ഞ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവണം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. പോയ ഓഫീസിൽ പോയ നാളെയും പോവാൻ ചെയ്യും. ഹലോ ബേട്ടീസ്, വാട്ട് ആർ യു ഡൂയിങ്? അല്ല, വാട്ട് ഹാപ്പൻ? എന്താ മൂന്നുപേരുടെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് കയ്യിൽ നിന്ന് വല്ല വഴക്കോ തല്ല മറ്റോ എല്ലാം കിട്ടിയോ? ടെൽ മീ, വാട്ട് ഈസ് മാറ്റർ? വേണ്ട, ഞങ്ങൾ അമ്മയുടെ പിണക്കോ. വാട്ട് ബേബി, വാട്ട് ഹാപ്പൻ? ചിത്രേ, നീ കാര്യം പറ. ഇവരെന്തെങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇവര് മാത്രമല്ല, ഞാനും അമ്മയുടെ പിണക്കോ. നീയും പിണങ്ങിയോ? കാര്യം എന്താണെന്ന് പറ ചിത്ര. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മൂകാംബികയിൽ പോയിട്ട് വന്നേ പിന്നെ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ജ്യോതിയുടെയും ഡിക്കയുടെയും കാര്യം മാത്രം അമ്മ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കളല്ലേ. ജ്യോതിയേക്കാൾ ആദ്യം ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നത് ഞങ്ങളല്ലേ. എന്തിനാ അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? നോ ബേട്ടീസ്, നോ വേർതിരിവ്. ഈ മദറിന് നിങ്ങൾ എല്ലാവരും ഈക്വലാ, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവരോടിപ്പോ ഇത്തിരി സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് ഇപ്പോഴാണല്ലോ അവർ ഒരുമിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ മുൻപേ കല്യാണം കഴിച്ചു വന്നവരല്ലേ, അവരങ്ങനെയാണോ? തല്ലും വഴക്കും ഒക്കെ ആയിട്ട് അവരുടെ ഒരു വർഷം വെറുതെ വേസ്റ്റായി പോയില്ലേ? ഇപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക. അപ്പോഴല്ലേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതൊന്നുമല്ല. അമ്മയ്ക്കിപ്പോ ഏത് നിമിഷവും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ജ്യോതിക്കും ഡിക്കയ്ക്കും ഒരു കുഞ്ഞുണ്ടായി കാണാനാ അമ്മ ആഗ്രഹിക്കുന്നത്. സോ വാട്ട്? അപ്പോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ജ്യോതി ഇപ്പൊ അകത്തും നമ്മളൊക്കെ പുറത്തുമല്ലേ. ഭാവിയിൽ അടുക്കളക്കാരിയുടെ സ്ഥാനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കണ്ണന്തിര പറഞ്ഞാലുണ്ടല്ലോ, മോന്തക്കൊട്ട് കുത്തുചെറിഞ്ഞ അഹങ്കാരി. അതെ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ജ്യോതിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും എനിക്കൊരുപാട് കേക്കില്ലല്ലോ. നിനക്ക് കേൾക്കാൻ പറ്റില്ലടാ.
നീ. മതി മതി. ശോ, ശോ. നിനക്കെന്നെ കേസിൽ പ്രതിയാക്കി ജയിലിൽ കയറ്റണം അല്ലടാ? നീ എന്ത് കരുതി? DKയുടെ ബലത്തിൽ എനിക്കെതിരെ എന്തും ചെയ്യാവുന്നോ? ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഓടിക്കും, അറിയോടാ? സാറേ, സാറിന്റെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറില്ല, ചത്താലും പിന്മാറില്ല. നീ കേസ് പിൻവലിക്കില്ല. ഇല്ല സാറേ, എന്റെ മോന്റെ ശരീരം കിടന്ന പോലെ സാറും ഒരു ദിവസം കിടക്കും. എന്റെ പൊന്നു മോന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരും. അവന്റെ അച്ഛനാണ് ഞാനെന്ന് ഞാൻ തെളിയിക്കും. DK എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അത് ചിലപ്പോ കൂടുതൽ അപകടമാവും. അപകടമായാലെന്ത്, അല്ലെങ്കിലെന്ത്, എനിക്കിനി എന്ത് നോക്കാനാ DK? മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്രേ ഉള്ളൂ. എന്തായാലും അവനെ ഞാൻ വിടില്ല. അവന്റെ ജീവനും കൊണ്ടേ ഞാൻ പോകൂ. അപ്പൊ ശരി DK, ഞാൻ പോവുക. അവിടെ എന്റെ ഭാര്യ തനിച്ച. ഞാൻ ചെന്നില്ലെങ്കിലേ അവള് പേടിക്കും. ഒരു ചെറിയ ശബ്ദം കേട്ടാ പോലും അവൾക്ക് പേടിയാ. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ ഈ വിധിക്ക് എന്ത് പകരം തരണമെന്നോ എങ്ങനെ പരിഹാരം കാണണമെന്നോ എനിക്കറിയില്ല. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ DK. എന്റെ മോന്റെ ചോരയ്ക്ക് പകരം അവന്റെ ചോര. അതല്ലാതെ ഇതിനൊരു പരിഹാരവുമില്ല. DKക്ക് പറ്റുമോ എന്റെ മകൻ കിടന്നതുപോലെ അവനെ എന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിത്തരാൻ? പറ്റുമോ DK? എനിക്കത് കാണണം. അത് കണ്ടാലേ എന്റെ മനസ്സൊന്ന് തണുക്കൂ. ഊണുമേശയിൽ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ആഹാരം കഴിക്കുമ്പോൾ പരസ്പരം പാത്രങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേ അവരുടെ ഉള്ളിലോട്ടെ അവരുടെ വയറ് മാത്രമല്ല നിറയുന്നത്, മനസ്സും നിറയും. ആഹാരം മാത്രമല്ല, സ്നേഹം കൂടിയാ വിളമ്പുന്നത്. അങ്ങനെയുള്ള ദമ്പതിമാര് ജീവിതത്തിലൊരിക്കലും പരസ്പരം വഴക്കിടുവോ പിണങ്ങോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇന്നത്തെ പല കുടുംബങ്ങളിലും അങ്ങനൊരു ചിട്ടയില്ല. അച്ഛനൊരു സമയത്ത് കഴിക്കുന്നു, അമ്മ മറ്റൊരു സമയത്ത് കഴിക്കുന്നു, മക്കൾ വേറൊരു സമയത്ത് കഴിക്കുന്നു. ഭാര്യയും ഭർത്താവും അടുക്കളയിലും ഡൈനിങ് ടേബിളുമായിട്ടിരുന്ന് കഴിക്കുന്നു. പിന്നെങ്ങനെയാ കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടാകുന്നത്? കൂടുമ്പോഴുണ്ടാകുന്ന ഇമ്പം പിന്നെ എങ്ങനെ ഉണ്ടാകാനാ മോളെ? ഊണുമേശ എന്ന് പറയുന്നതേ ആഹാരം വിളമ്പാൻ മാത്രമുള്ള സ്ഥലമല്ല, സ്നേഹം വിളമ്പാനുള്ള സ്ഥലം കൂടിയാ. അത് നീ മനസ്സിലാക്കി. വെരി ഗുഡ് മൈ ബേട്ടി, വെരി ഗുഡ്. അമ്മേ, അതിനിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പലരും പല ജോലിക്കും പോകുന്ന ആൾക്കാരാണ്. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ അവരൊരുമിച്ചിരുന്ന് കഴിക്കും. ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. മിക്കവാറും ഉള്ള കുടുംബങ്ങളിൽ സ്ത്രീകളെല്ലാം ജോലിക്ക് പോകുന്നവരാ, സ്വന്തം കാലിൽ നിൽക്കുന്നവരാ. അപ്പോ അവരവരുടെ സമയത്ത് ചിലപ്പോ ഭക്ഷണം കഴിച്ചെന്നിരിക്കും. പക്ഷെ എന്നാലും ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ഒരു നേരമെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച അമ്മ പറയുന്ന പോലെ അവര് തമ്മിൽ പിണങ്ങില്ലെന്ന എന്റെ വിശ്വാസം. കറക്റ്റ് ബേട്ടി, കറക്റ്റ് മൈ ബേട്ടി. അമ്മ, അമ്മയ്ക്ക് വിശക്കുന്നെങ്കിൽ അമ്മ പോയി കഴിച്ചിട്ട് വരൂ കേട്ടോ. നോ ബേട്ടി, സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി, മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഇനി എനിക്കൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. സ്നേഹം കൊണ്ട് എപ്പോഴും ഏത് കഠിനഹൃദയനായ ഭർത്താവിനെയും കീഴടക്കാമെന്ന് നീ പഠിപ്പിച്ചു. നിന്റെ സ്നേഹം എന്നും അവന് ബലം തന്നെയാ മോളെ. ഇനി അവന്റെ ലൈഫിലെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. താങ്ക് യു.
നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ച് കണ്ടാ മതി. ശ്ശോ, ഈ ഏട്ടനെന്താ ഫോൺ എടുക്കാത്തെ? ഏട്ടാ, ഏട്ടനെന്തിനാ അവിനാശിനെ തല്ലാൻ പോയേ? ഞാനിപ്പൊ ചോദിച്ചത് കേട്ടില്ലേ? വെറുതെ അവനെ തല്ലാനും കൊല്ലാനും പോയത് എന്തിനാന്ന്? നീ എന്താ എന്നെ ചോദ്യം ചെയ്യണോ? കാര്യം ചോദിക്കുമ്പോ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേഷ്യപ്പെടാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നടാ? അല്ല, ജ്യോതി ഇതുവരെ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആ, അവള് ഉറങ്ങിയോ? ഉറങ്ങി. രാത്രി ആഹാരമൊന്നും കഴിക്കാതെ കിടന്ന് ക്ഷീണമൊന്നും വരുത്തി വെക്കണ്ടെന്ന് അമ്മ അവളോട് പറഞ്ഞേക്ക്. ഓ, അല്ല, എന്തിനാ ഈ പിണക്കം? ആഹാരം കഴിക്കാതിരിക്കുന്ന എന്തിനാ? എടാ, നീ എന്തിനാണ് അവളെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞത്? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും നീ അവളോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? അമ്മേ, അത് അവിനാശിനെ ഞാൻ തല്ലാൻ പോയെന്നും പറഞ്ഞ് ബഹളം വെച്ചത് അവളല്ലേ. എനിക്ക് വേണ്ടിയൊന്നും അല്ലത്. ഇവളുടെ അനിയത്തിയുടെ പ്രശ്നത്തിന് വേണ്ടി ചെയ്തതല്ലേ. അത് ഇവളെന്താ മനസ്സിലാക്കാത്തത്? എടാ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഏതു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവിന്റെ സുരക്ഷിതത്വ ഏറ്റവും വലിയ കാര്യം. എടാ കണ്ണ, നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ലേ അവള് ചൂടായി സംസാരിച്ചത്? അമ്മ അവളോടൊന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ പറയും. അവള് വേണേ കഴിച്ചോളൂ, നീ പോയിക്കോ. പോടാ. അതെ, നീ തന്നെ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ശരിയാണോ? അതിന് മാത്രം ഞാൻ അവളോട് വലിയ വഴക്കുന്നിട്ടില്ലല്ലോ. ഒന്ന് ചൂടായതല്ലേ ഉള്ളൂ. ചൂടായതും അല്ല, പറഞ്ഞപ്പോ ശബ്ദം അല്പം ഉയർന്നു പോയി, അത്രയല്ലേ ഉള്ളൂ. അതിനോട് അത്രയ്ക്ക് പിണങ്ങണോ? ഇനിയെങ്കിലും മേലിൽ അവളോട് പട്ടിണി കിടക്കരുതെന്ന് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞേ പറ്റൂ. എന്താ പറയില്ലേ? അതെന്താ? ഓ, അത് ശരി. ശരിയാ, നിന്നോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് ജ്യോതിയോടാ ഇഷ്ടം. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആ, അതിന് കാരണവും നീ തന്നെയാണല്ലോ. കാണിക്കണേ വീട് ആരെങ്കിലും കാണൂട്ടോ. കണ്ടാലെന്താ? എന്താണോ? എന്റെ ദൈവമേ, ഇപ്പൊ തന്നെ നമ്മള് കാരണം ഇവിടെ മരുമക്കൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. എന്ത് കാരണം? നമ്മള് കാരണം? അതെങ്ങനെ? നമ്മുടെ സ്നേഹവും പ്രേമവും ഒക്കെ ഇത്തിരി കൂടിപ്പോന്നുണ്ടെന്നാ മരുമക്കളുടെ പരാതി. ഓഹോ, അങ്ങനൊരു പരാതിയുണ്ടോ?
അങ്ങനെയും പരാതിയൊക്കെ ഉണ്ട്. ആ അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. മാറിക്കോളും മാറിക്കോളും. അല്ല, താനിതൊക്കെ കഴുകി വെച്ചിട്ട് എപ്പോ കിടന്നുറങ്ങാനാ? ഇതേ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. ഇതിപ്പൊ തീർന്നോളും. ഞാനും കൂടി സഹായിച്ചാലോ? ഇതിലേറെ പാത്രം കഴുകാനോ? എന്താ, ഞാൻ കഴുകിയാ പറ്റൂലേ? ഏട്ടാ അതൊന്നും വേണ്ട, അവിടെ ഇട്ടേ. ഇതൊന്നും എന്റെ ഭർത്താവിന് പറ്റിയ പണിയല്ല. അതിനിതേ ഞാനിവിടെ ഉണ്ട്. പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ ഏട്ടാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ലേടോ. ഭാര്യയെ പാത്രം കഴുകാനൊന്ന് സഹായിച്ചെന്ന് കരുതി ഭർത്താവിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആഹാ, അത് കൊള്ളാം. ലോകത്തെ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതാ ഇതൊക്കെ. ഭാര്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊന്ന് മാത്രമൊന്നുമല്ല, കുടുംബജീവിതത്തിലായാലും ദാമ്പത്യത്തിലായാലും ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായം എന്റേത്. നല്ലൊരു സൗഹൃദം ഉടലെടുക്കാനും നന്നായിട്ട് ജീവിക്കാനും അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. ഏട്ടാ, ഇതിലേത് സാരി ഏട്ടന് ഇഷ്ടായേ? എന്നെ നോക്കാനല്ല പറഞ്ഞത്, സാരി നോക്കാൻ. പറ, ഇതിലേത് ഇഷ്ടായേ? ഇതിലേത് സാരി കൊടുത്താലും നിനക്ക് നന്നായിട്ട് ചേരും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഏട്ടൻ ഇതിലേതാ ഇഷ്ടായെന്നാ എനിക്കറിയേണ്ടത്. അതിനെന്താ, ഇയാളല്ലേ സാരി കൊടുക്കുന്നത്? ഉടുക്കുന്നൊക്കെ ഞാൻ തന്നെയാ. പക്ഷേ ഞാനത് ഉടുക്കുന്നത് ഏട്ടനും കൂടി ഇഷ്ടാവണ്ടേ? അങ്ങനെയാണോ? ആ എങ്കിതാ ഈ സാരി എടുത്താൽ മതി. നല്ല ഭംഗിയില്ലേ? അല്ല, ഇതിലേത് സാരി കൊടുക്കണമെന്നാ താൻ ശരിക്കും ആഗ്രഹിച്ചത്? സത്യം പറയട്ടെ, ഞാനും ഈ സാരി തന്നെയാ മനസ്സിൽ സെലക്ട് ചെയ്ത്. അത് ചുമ്മാ. സത്യം ആണോ? ആ. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണല്ലേ? അല്ലെങ്കിൽ പിന്നെ ദൈവം നമ്മളെ ഒരുമിച്ച് ചേർക്കും ഏട്ടാ. മക്കളെ, അമ്മേ റെഡിയായോ? ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കാമേ. സാരിയും കൂടി കൊടുത്താ മതി. ഏത് സാരി കൊടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവസാനം ഞാൻ ഈ സാരി സെലക്ട് ചെയ്തു. നോ, ആ സാരി വേണ്ട ബേട്ടി. ഇന്ന് അമ്പലത്തിൽ പോവാനേ ആ സാരി അല്ല ഉടുക്കേണ്ടത്. ഈ അമ്മ എന്താ പറയുന്നത്? ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരിയല്ലേ സെലക്ട് ചെയ്ത്? നോ മൈസൺ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി അല്ല ഉടുക്കേണ്ടത്. ദേവിക്ക് ഇഷ്ടപ്പെട്ട സാരിയാ ഉടുക്കേണ്ടത്. അതാ ഈ സാരി. ഈ സാരി കണ്ട? അമ്മേ, ഇതേത് സാരിയാ? ഇതാണ് ഇന്നത്തെ ദിവസത്തേക്ക് പറ്റിയ പരിശുദ്ധമായ സാരി. മൂകാംബിക ദേവിയെ ഉടുപ്പിച്ച സാരിയാ ഇത്.
ഞാൻ നിനക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാ. ഇത് ഉടുത്ത് ദേവീക്ഷേത്രത്തിൽ ചെന്നാലേ അവിടുത്തെ ദേവിമാർക്കേ ഇത് ഉടുത്ത് ചെല്ലുന്ന ആളുകളെയൊക്കെ വലിയ ഇഷ്ടമാ. അതുകൊണ്ട് മോള് ഈ സാരി ഉടുത്തോണ്ട് അമ്പലത്തിൽ ചെന്നാ മതി കേട്ടോ. ദാ. ആ നീ വേഗം റെഡി ആയിട്ട് രണ്ടാളും താഴേക്ക് വാ. പെട്ടി കംഫോസ്. ഓം ശിവം ശിവകരം ശാന്തം ശിവോത്തമം ശിവമാർഗേ പ്രണേതാരം പ്രസന്നതോത്മി സദാശിവം. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. സ്വാമി എന്തായി, അവൻ റെഡിയായോ? എന്റെ പൊന്നു സ്വാമി, എന്റെ ഹാപ്പി പറഞ്ഞറിയിക്കാൻ വയ്യ. അവൻ അവളെ ഇത്രയും ലവ് ചെയ്യൂന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം ഭഗവാന്റെ കൃപാ കടാക്ഷം. അവനെ അവളെ ഒരുക്കുന്നു, സാരിക്ക് ഫ്രില്ല് പിടിച്ചു കൊടുക്കുന്നു, പൊട്ടു കൊത്തുന്നു. സ്വാമിയുടെ ഔഷധം ഏറ്റു. അല്ല, എന്താ സ്വാമി അതിന്റെ ഗുട്ടൻസ്? മണിവർണ്ണ സ്വാമികൾ തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക ഔഷധമാണത്. ഓ, ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കപർദിനേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം ശൂലപാണയേ നമഃ. ഓം ഖട്വാംഗിനേ നമഃ. ഏട്ടാ, അത് നോക്കിയേ, ആരൊക്കെ ഇരിക്കുന്നെന്ന്. ഇവരെന്താ ക്ഷേത്രത്തിൽ തപസരിക്കാൻ വന്നാണോ? എന്തെല്ലാം നാടകങ്ങളാ നടക്കുന്നത്. നാടകങ്ങളോ? അല്ലാതെ പിന്നെ അഭിനയല്ലേ, ഭയങ്കര പ്രേമാഭിനയം. താനത് കണ്ട ഭാവം നടിക്കണ്ട. വാ. ശരി, നീ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വരാം നിന്റെ കൂടെ. പക്ഷേ ഞാനാണ് വൈജയന്തിയെ കൊന്നെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്കും. ഇല്ലെങ്കിൽ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയാണോ ഡി കെ? പോലീസിനോടാ കളി, അതോർമ്മ വേണം. രണ്ടെണ്ണം കൂടി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പോവല്ലേ? ശരിയാക്കി തരാം. നീ ഇന്ന് എന്റെ ലോക്കപ്പിൽ കിടക്കടാ ഡി കെ. ഈ കേസ് നിന്റെ തല കെട്ടിവെച്ച് നാളെ ഞാൻ നിന്നെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യും. 14 ദിവസം റിമാൻഡിൽ നീ. അതിനുള്ളിൽ ഞാൻ കുറ്റപത്രം സമർപ്പിക്കും. പിന്നെ നീ വിചാരണ തടവുകാരനായി ജയിലിൽ, നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അമരാവതിയിൽ. നിന്റെ ശാന്തി മുഹൂർത്തം ഭൂം. എന്താ അറസ്റ്റ് ചെയ്യുന്നില്ല? നീ പിടിച്ചെടുത്തോന്ന് പോടോ. എന്നെ അറസ്റ്റ് ചെയ്ത ഈ നിമിഷത്തെ ഓർത്ത്
നീ ദുഃഖിക്കും, ഒരുപാട് ദുഃഖിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഏയ്, ഇയാള് വിഷമിക്കണ്ട. വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ തിരിച്ചെത്തും. തനിക്കെന്നെ വിശ്വാസമില്ലേ? വൈകിട്ടെത്തണോ, നാളെ എത്തണോ, അതോ ജയിലിൽ പോയി കിടക്കണോന്നൊക്കെ ഞാൻ തീരുമാനിക്കണ്ടിക്കേ. തൽക്കാലം നീ ജീപ്പിലോട്ടൊന്ന് കേറ്, ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ശരിയാക്കി തരാം. ആ മുരളി, ഈ താക്കോല് ഇനി എന്റെ കയ്യിലിരിക്കും. ഇന്ന് ഞായറാഴ്ച. ഇന്നിനി ഒരു കോടതിയിലും നിങ്ങളെ ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ നാളെ നേരം വെളുത്തൊരു 11 മണി ആവണം കോടതിയില് നിങ്ങളെ ഹാജരാക്കിയൊന്ന് ജാമ്യത്തിലെടുക്കാൻ. നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല ഡിക്ക്. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു വെച്ചോളാം. ഇന്ന് രാത്രി നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. അവൾ അവിടെയും നിങ്ങളിവിടെയും. അതോർത്ത് അങ്ങ് കിടന്നുറങ്ങിയാ മതി. ഇവിടെ എന്റെ ഈ ലോക്കപ്പിൽ. ആ വേണമെങ്കിൽ ഞാൻ നാളെ രാവിലെ വന്ന് നിങ്ങളെ തുറന്നു വിടാം. ലോക്കപ്പ് പൂട്ടി താക്കോല് നീ കൊണ്ടുപോയിക്കോ. പക്ഷെ നീ ഒന്നോർത്തോ, ഈ താക്കോലുമായി നീ തന്നെ വരും. ഈ ലോക്കപ്പിന്റെ വാതിൽ നീ തന്നെ വന്ന് തുറക്കും. എന്റെ ശാന്തി മുഹൂർത്തത്തിന് മുൻപ് തന്നെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തും. ഓ, ഞാൻ തന്നെ തുറക്കോ? അതെന്ത് മാജിക്കേ! DK മജീഷ്യനാണോ? അതൊരു മാജിക് തന്നെയാണ്. ആ മാജിക് എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ നീ. പക്ഷേ ഒന്നുറപ്പാ, ആ മാജിക് നിന്റെ ജീവിതത്തെ തലകീഴായി മറിക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. നമുക്ക് ചുമ്മാ മത്സരിക്കണ്ടീക്കേ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനാണേ നിങ്ങൾ ജയിച്ചു. ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് തുറന്നു തരാം. ഒരു കോടതിയിലും ഹാജരാക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. നിന്റെ ഒരു ദാശനും എനിക്ക് ആവശ്യമില്ല. എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ ഈ ലോക്കപ്പിനുള്ളിൽ നിന്ന് ഞാൻ പോയിരിക്കും. DK ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. സമ്മതിച്ചേ. നിങ്ങൾ വലിയ പുലിയല്ലേ? പക്ഷേ ഏതു വലിയ പുലിയായാലും എന്റെ ഈ ലോക്കപ്പ് വിട്ട് പുറത്തു വരണമെങ്കിൽ എന്താടോ ആ അവിനാഷിനെ കിട്ടിയില്ലേ? ഇല്ല സർ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലോക്കപ്പും പൊട്ടി പുറത്തു പോകാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്തെങ്കിലും തല്ലി പൊട്ടിക്കടോ. വേണ്ടടോ, താൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്തായാലും താൻ ഇവിടെ വരെ വന്നല്ലോ, അത് മതി. അതല്ല DK, ഒരു CAക്ക് ലോക്കപ്പ് പൊട്ടി താക്കോലുമായി പുറത്തു പോകാൻ ഒരധികാരവും ഇല്ല. അയാൾക്കുള്ള പണി ഞാൻ വേറെ കൊടുത്തോളാം. വേണ്ടടോ, താൻ പൊയ്ക്കോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. വേണമെങ്കിൽ താനിപ്പോ ഈ പൂട്ട് തല്ലിപ്പൊളിച്ച് എന്നെ ഇവിടുന്ന് പുറത്തിറക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ തൽക്കാലം അത് വേണ്ട.
അവൻ എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എനിക്കിതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. സുഹൃത്തായ എന്നെ പുറത്തിറക്കാൻ കഴിയാത്തതിൽ തനിക്ക് വിഷമവും വേണ്ട. തമ്പയ്ക്കോ? അയാള് വരുമ്പോ എന്നെ വിളിക്കാൻ പറയണം. ഇല്ലെങ്കിലേ അവൻ സർവീസിൽ വേണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. അമ്മേ, നമ്മളിനി എന്താ ചെയ്യാ? ഇന്നിനി DKയുടെയും ജ്യോതിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുമോ? എങ്ങനെ നടക്കാനാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? DKക്ക് എന്തിന്? ഒരു കാരണവശാലും വരാൻ പറ്റില്ല. DK എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ശാന്തി മുഹൂർത്തത്തിനായി DKയുടെ മുറി ഒരുക്ക്. അമ്മ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാര്യമൊന്നും ഇനി നടക്കില്ലമ്മേ. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ. അവിനാശ് DK ഇന്ന് ഒരു കാരണവശാലും അവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അമ്മേ, ഞങ്ങള് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? വേണ്ട, യു ഡോണ്ട് ഗോ, ഹീ കം. എന്താ അമ്മേ? നിങ്ങൾ ആരും ഒരിടത്തേക്കും പോവണ്ടെന്ന്. അവൻ എന്റെ മകനാണെങ്കിൽ അവൻ വരും, വന്നിരിക്കും. ആ, നിങ്ങൾ പോയിട്ട് അവന്റെ റൂം അലങ്കരിക്കും. അമ്മ എന്താ തമാശ പറയാണോ? യു ഗോ, പോയി മുറി അലങ്കരിക്ക. അവൻ വരും, ഐ ആം ഷുവർ. ഇതൊക്കെ വേണോ അമ്മേ? വേണം ബേട്ടി. അവൻ വരുമ്പോ നീ ഇങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കണം. അല്ലാതെ അവൻ വരുമ്പോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അവനും കൂടെ സങ്കടാവൂലേ? സങ്കടം വരുമ്പോ കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ അമ്മ? സങ്കടങ്ങളെ ഫൈറ്റ് ചെയ്യാനുള്ള കരുത്താക്കി മാറ്റണം മോളെ. ഇതൊക്കെ സില്ലി സില്ലി കേസല്ലേ? ഇത് വല്ലതും കാണോ ലൈഫ്? ലൈഫിൽ ഇനി എന്തെല്ലാം പ്രോബ്ലം നേരിടാൻ കിടക്കുന്നു. ഇതൊക്കെ സ്മോൾ തിങ്സ്. ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അല്ലേ ഇത്ര നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അതല്ലമ്മേ, DK ദുഷ്ടം വിട്ടില്ലെങ്കിലോ അതോർത്തപ്പോ. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട. എനിക്കും സങ്കടമുണ്ട്. പക്ഷേ DKയുടെ ഭാര്യ ഞാൻ. ആ ധൈര്യം കുറച്ചെങ്കിലും എനിക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് ബേട്ടി, വെരി ഗുഡ്. ഈ ഉറപ്പാ നിനക്ക് വേണ്ടത്. ഇപ്പഴാ നീ ശരിക്കും DKയുടെ വൈഫായത്. മുറിയൊക്കെ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. പക്ഷേ ജ്യോതി ഇന്ന് ഒറ്റയ്ക്ക് ശാന്തി മുഹൂർത്തം ആഘോഷിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇവളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന മരുമക്കൾ തന്നെയല്ലേ? ആ നിങ്ങൾ തന്നെ ഇവളെങ്ങനെ കളിയാക്കാൻ തുടങ്ങിയാലോ? അയ്യോ, ഞാൻ കളിയാക്കിയതൊന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അല്ലെങ്കിലും എന്റെ കാര്യമൊക്കെ ഇങ്ങനെയാ. കാര്യമായിട്ട് എപ്പ എന്ത് പറഞ്ഞാലും എല്ലാരും വിചാരിക്കും ഞാൻ കളിയാക്കുമെന്ന്. അമ്മയ്ക്കറിയില്ലേ നാക്കിന് എല്ലില്ലാത്ത സാധനമായിരുന്നു. മതി മതി, ഇനി നിങ്ങളുടെ സംസാരം ഒന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ജ്യോതിമോളെ മുറി കൊണ്ടാക്ക്. അപ്പോ DK വരൂ അമ്മേ? വരൂ. ആ, നിങ്ങൾ ചെന്ന്
വാ ജ്യോതി, ഇനി അമ്മ പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തില്ലെന്ന് വേണ്ട. വാ ജ്യോതി. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ ജ്യോതി. അവിടെ പോയി മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഡി കെ വരുന്നത് സ്വപ്നം കണ്ട് സന്തോഷിക്കല്ലോ. ഇനിയിപ്പോ അഥവാ വന്നില്ലെങ്കില് മുല്ലപ്പൂ മണമൊക്കെ ശ്വസിച്ച് സുഖമായിട്ട് ഇറങ്ങാലോ. ഇവള് ഇന്ന് ഞാൻ വാടക്കടി. ഞാൻ തമാശ പറഞ്ഞതാട്ടോ. വാ ജ്യോതി. ചെല്ലും മോളെ. എന്ത് അബദ്ധം അവളി കാണിച്ചത്? ആ വൃത്തിയിട്ടവനെ കാണാൻ നീ എന്തിനാ അവളെ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചിട്ടൊന്നും അല്ല അവള് പോയത്. നിനക്ക് അവളോട് പോകണ്ടെന്ന് പറയായിരുന്നോ? എന്നെ കൊണ്ട് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടും അതൊന്നും കേൾക്കാതെ അവള് പോയത്. അതെങ്ങനെയാ? അനുസരണയെന്നൊരു കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊന്ന് വലിച്ച് തല വെക്കുമായിരുന്നോ? ഇതാകെ ടെൻഷനായല്ലോ ഭഗവാന്. അതെ, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. നേരെ എത്രയായില്ലേ? അന്വേഷിച്ചിട്ട് വരാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ആ കാലന്റെ അടുത്തേക്ക് അവൾ എന്ത് ധൈര്യത്തിൽ പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു വിധിയായത്. മോളെ, യു ഡോണ്ട് വറി, ഹി വിൽ കം. എനിക്ക് എപ്പോഴും വിശ്വാസം അവൻ വരുമെന്ന്. മോള് വിഷമിക്കാതിരിക്കെ. എല്ലാവരുടെയും കളിയാക്കലൊക്കെ കേട്ട് അടുത്തു. നടക്കാത്ത ശാന്തി മുഹൂർത്തത്തിന് മണിയറ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു പൊട്ടി പെണ്ണായിട്ടാ എല്ലാവരും എന്നെ കളിയാക്കുന്ന. എല്ലാവരും കളിയാക്കിയില്ലല്ലോ മോളെ. ആ താരം എന്തോ പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് മോളത് കാര്യാക്കൊന്നും വേണ്ട. അവളൊരു പൊട്ടി പെണ്ണ. പറയുന്നത് എന്താ ചെയ്യുന്നത് എന്താന്നൊന്നും മനസ്സിലാവാത്ത ഒരു പൊട്ടി പെണ്ണ്. പുള്ളി ഒന്നുമില്ല, മനസ്സിലുള്ളതേ അതങ്ങോട്ട് പറയും, അത്രയേ ഉള്ളൂ. എന്റെ മോളത് കാര്യാക്കാൻ നിൽക്കണ്ട. സത്യത്തിൽ താര പറഞ്ഞതല്ലേ അമ്മ ശരി? ഇതൊക്കെ ഒരു പാഴ്വേലയല്ലേ? നോ പേട്ടി, ഇത് തീരുമാനിച്ചത് നമ്മളല്ല, മൂകാംബിക ദേവിയാ. അത് നടക്കണോ വേണ്ടിയെന്നോ ദേവി തീരുമാനിക്കും. യു ഡോണ്ട് വറി മോളെ. നിന്റെ ഹസ്ബൻഡാണോ വിളിക്കുന്നത്? അല്ല, പ്രിയമോളാ. ഓ ആ മോളെ പ്രിയ. ചേച്ചിനെ വിളിച്ചിരുന്നില്ല. പിന്നെ വിളിക്കാതെ നീ ഇതെവിടെയായിരുന്നു? ചേച്ചി വിഷമിക്കണ്ട, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏട്ടൻ വരും കേട്ടോ. നീ ഏട്ടനെ കണ്ടായിരുന്നോ?